ഷവായ, വൺ ഓഫ് ദ ബെസ്റ്റ് ഷവായ സ്പോട്ട് ഇൻ ട്രിവാൻഡ്രം. ഇതുക്കുമ്പോൾ തന്നെ അതിങ്ങനെ ലോ ആയിട്ട് ഇളകി വരും. സ്വർഗ്ഗം രക്ഷയില്ല. ഒരു സലാഡിൻ്റെയൊക്കെ ആ ഒരു സംഭവമൊക്കെ ചേർത്ത് ഇങ്ങ് കഴിക്കണം. അയ്യോ അന്യായണ്ണ. ഇച്ചിരി വെറൈറ്റി ട്രൈ ചെയ്യാമെന്ന് വെച്ച് നേരെ വിട്ടത് പാളയം സംസമിലേക്കാണ്. സംസം എന്നത് ഫുഡ് പ്രേമികളുടെ ഒരു വികാരം തന്നെയാണ് അല്ലേ. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും അതല്ലെങ്കിൽ എക്സ്പെൻസീവായിട്ടും ഒക്കെ കഴിക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. എന്തായാലും ഇവിടുത്തെ എൻ്റെ ഫേവറേറ്റ് ഐറ്റം എന്ന് പറയുന്നത് ഷവായ തന്നെയാണ്. എൻ്റെ എന്നല്ല, ഓൾമോസ്റ്റ് എല്ലാവരുടെയും വൺ ഓഫ് ദ ബെസ്റ്റ് ഷവായ സ്പോട്ടാണ് സംസം എന്ന് പറയുന്നത്. ഇനി ഇവരെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഒരു നാട്ടിലെ പല സ്ഥലങ്ങളിലായിട്ട് ഒരു ഷോപ്പിന് ഔട്ട്ലെറ്റുകളോ ബ്രാഞ്ചുകളോ ഒക്കെ ഉണ്ടായേക്കാം. പക്ഷേ പാളയം സ്ക്വയറിൽ തന്നെ ഒറ്റ ലൈനിൽ തന്നെ ഇത്രയും ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. മാത്രമല്ല നഗരത്തിൻ്റെ പല കോണുകളിലും ഇവർക്ക് ഔട്ട്ലെറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഷവായി വിൽക്കുന്നതും ഇവർ തന്നെ ആയിരിക്കും. സാധാരണ റെസ്റ്റോറൻറ്റ്സിൽ ഷവായിയൊക്കെ വൈകുന്നേരം 4 മണി ആ ടൈമിലേക്കാണ് റെഡിയാവുന്നത്. പക്ഷേ ഇവിടെ അവർ 11 മണിയോടുകൂടി തന്നെ സാധനം റെഡിയായിരിക്കും. എന്തായാലും സീറ്റ് കിട്ടി ഇരുന്നു. ഞാൻ സിറ്റിയിലോട്ടൊക്കെ വരുന്ന സമയത്ത് ഫുഡ് കഴിക്കാനായിട്ട് ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്ന സ്പോട്ട് സംസം തന്നെയാണ് കേട്ടോ. ഇനി ഇവിടുത്തെ മെനുവിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിനും കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്താണെന്നല്ലേ, ഫസ്റ്റ് ഓഫ് ഓൾ ചിക്കൻ്റെ മാർക്കറ്റ് റേറ്റ് ആനുപാതികമായിട്ടായിരിക്കും ഇവിടുത്തെ ചിക്കൻ മെനുവിൻ്റെയൊക്കെ റേറ്റ്. ഷവായ തന്നെ ഞാൻ 300 രൂപയ്ക്കും 350 രൂപയ്ക്കും 400 രൂപയ്ക്കും ഒക്കെ തന്നെ ഇവിടെ കഴിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത, ഏതൊരു സാധാരണക്കാരനും അഫോർഡബിൾ ആവുന്ന രീതിക്കാണ് മെനു തയ്യാറാക്കിയിട്ടുള്ളത്. അതും പോരാഞ്ഞ് പലതരം വെറൈറ്റികൾ ട്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അഫോർഡബിൾ കോംബോ പാക്സും ഇതിനകത്ത് അവർ മെനുവിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പല വെറൈറ്റീസും 1 by 1 ആയി മേടിച്ച പൈസ കളയാണ്ട് കുറച്ചുകൂടെ വിലക്കിഴിവിൽ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ ആവുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എന്തായാലും ഞാൻ ഓർഡർ ചെയ്ത ഷവായി നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ തന്നെ ഒരു മണമുണ്ട്. എൻ്റെ പൊന്നെ കിളി വാറും മോനെ. അതിൻ്റെ ആ ഒരു മണവും ആ ഒരു കളറെന്ന് വെച്ചാൽ മറ്റേ ആർട്ടിഫിഷ്യൽ കളറല്ല കേട്ടോ, നാച്ചുറലായിട്ടുള്ള അതിൻ്റെ ആ ഒരു കളറും അതിൻ്റെ ഡെക്കറേഷനും ഒക്കെ കാണുമ്പോൾ തന്നെ ഒറ്റ പിടിക്ക് തീർത്തോണം. അതാണ് എൻ്റെ പോളിസി. സംസമിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇവർ ആർട്ടിഫിഷ്യൽ കളേഴ്സോ അതല്ലെങ്കിൽ അജിനാമോട്ടോ ഒന്നും തന്നെ ഫുഡ് പ്രിപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ഷവായി നമുക്ക് 2-3 രീതികളിൽ ലഭ്യമാണ് കേട്ടോ. അതൊന്നെന്ന് പറയുന്നത് മന്തി റൈസുമായിട്ട് ചേർന്നിട്ടുള്ള മന്തി റൈസിൻ്റെ ഒരു കോംബോ ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് പൊറോട്ട അല്ലാന്നുണ്ടെങ്കിൽ കുബൂസ്, അങ്ങനെ നമുക്കത് കസ്റ്റം ചെയ്യാം. അതൊന്നും പ്രശ്നമൊന്നുമില്ല, എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എനിവേ ഞാൻ ട്രൈ ചെയ്ത ഓരോ കോംബോയുടെയും പ്രത്യേകതകളോട് നിങ്ങളടുത്ത് പറഞ്ഞു തരാം. ഫസ്റ്റ് വൺ ഫുൾ ഷവായി ആ ഒരു കോംബോ തന്നെയായിരിക്കും. അതിനകത്ത് ഒന്നുകിൽ 4 കുബൂസ് അതല്ലെങ്കിൽ 4 പൊറോട്ട. ഇനി അത് വേണമെന്നുണ്ടെങ്കിൽ മാറ്റി തിരിച്ചൊക്കെ നമുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. 2 പൊറോട്ട 2 കുബൂസ് എന്നോ ഇല്ലെങ്കിൽ മൊത്തത്തിലായിട്ടോ ഒക്കെ നിങ്ങൾക്ക് അത് കസ്റ്റം ചെയ്യാം. പിന്നെ ഉള്ളത് അടിപൊളി തിക്ക് മയണീസാണ്. പിന്നെ ഈ പിക്കിൾസ്, സാലഡ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ സോസും മിൻറ്റ് ചട്നിയും. ഇതാണ് ഈ ഒരു ഫുൾ ഷവായി കോംബോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ അതൊരു കോമൺ ഫാക്റ്റാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അന്യായ സാധനമാണ്. കാരണം വെച്ചാൽ ആ ജ്യൂസി ടെൻഡർ മീറ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കുമ്പോഴല്ലോ എന്നാ സോഫ്റ്റാണെന്നറിയോ. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തിട്ട് നൈസായിട്ട് ആ കട്ടിയുള്ള ആ ഒരു തിക്ക് മയണൈസ് ഇങ്ങനെ മുക്കി ഇങ്ങനെ കഴിക്കണം. എൻ്റെ പൊന്നെണ്ണ ഒരു രക്ഷയില്ല. നോർമലി ഇത് കഴിക്കാനായിട്ട് നമുക്കിപ്പോൾ കുബൂസിൻ്റെയോ അതല്ലെങ്കിൽ ഈ പൊറോട്ടയുടെ ഒന്നും ആവശ്യമില്ല. ഇത് തന്നെ ധാരാളം വർത്താണ്. എന്നിട്ട് ആ സാലഡുമായിട്ടൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്. ഈ ഷവായിൽ കൂടുതൽ ഭയങ്കരമായിട്ടുള്ള ഒത്തിരി അധികം ഈ പറഞ്ഞ മസാലകളുടെ പ്രസരിപ്പോ അങ്ങനെ ഒന്നുമില്ല. കുറച്ച് ഇൻഗ്രീഡിയൻസ്, ഒരു ആരോമാറ്റിക് ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു മേക്കിംഗ് ആണ്. അതിനകത്ത് കുറച്ച് ഒരു ലൈമിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവറൊക്കെ ഇങ്ങനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. എൻ്റെ ഫേവറേറ്റ് പോർഷൻ എന്ന് പറയുന്നത് ഈ ലെഗിൻ്റെ ഈ ഒരു ഭാഗമാണ്. ചെസ്റ്റിനേക്കാളും കുറച്ചുകൂടെ എനിക്ക് ജ്യൂസി ആയിട്ട് നല്ല ആ ഒരു സ്മൂത്ത് ആ ഒരു ലോ ഫാറ്റിന് ഇളവി വരുന്നത് ഈ ഒരു പോർഷനാണ്. അപ്പോൾ അതിലൊരു മസാലയോട് കൂടിയിട്ട് ആ ഒരു ഭാഗം ഇങ്ങനെ ഉണ്ടല്ലോ, അതോടെ മിക്സ് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ട് ആ മയണൈസിൽ മുക്കി ഇങ്ങനെ വായിലേക്ക്, ആഹാ അന്യാണ്, ഒരു രക്ഷയില്ല. ആക്ച്വലി എനിക്ക് ഈ ഷവായയും അതോടൊപ്പം തന്നെ ഈ സാലഡും ഈ മയണൈസും ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി നമ്മൾ പൊറോട്ടയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പൊറോട്ടയുടെ കൂടെ ചെറിയ ഗ്രേവി കിട്ടും. ആ ഗ്രേവിയെ പറ്റിയിട്ട് വലിയ അഭിപ്രായമൊന്നുമില്ല. എനിവേ പൊറോട്ടയും ജസ്റ്റ് ഈ ഒരു ചിക്കൻ അതിങ്ങനെ നുള്ളി അടർത്തിയെടുത്ത് അതിനകത്ത് വെച്ച് ഇങ്ങനെ ചുറ്റി പിടിച്ചിട്ട് മയണൈസ് മുക്കി കഴിക്കുക. പിന്നെ കുബൂസ് ആണെന്നുണ്ടെങ്കിലും കുബൂസും എനിക്ക് അത്ര ഒരു കംഫർട്ടായിട്ട് തോന്നിയില്ല. കാരണം എന്ന് വെച്ചാൽ കുറച്ച് ഒന്ന് സ്റ്റിക്കി ആയിട്ട് എന്താ പറയുക, കുറച്ച് കട്ടിയുള്ള കുബൂസാണ്. എനിവേ ഇതാണ് നമ്മുടെ ഫേവറേറ്റ് എന്ന് പറയുന്നത്. പിന്നെ കോംബോയിൽ വരുമ്പോൾ മന്തി റൈസ് ക്വാർട്ടറായിട്ടോ അതല്ലെങ്കിൽ ഹാഫായിട്ടോ കിട്ടും. അതൊക്കെ നിങ്ങൾ മെനു നോക്കുക.
അതിൽ മന്തി റൈസ് ഒരു രക്ഷയില്ല കേട്ടോ, സെറ്റ് സാധനമാണ്. ഈ മന്തി റൈസിനേക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഡേറ്റ്സിൻ്റെ പിക്കിളുണ്ട്. അത് ഭയങ്കര മേക്കിംഗ് ക്വാളിറ്റി അങ്ങനെ ഒന്നുമല്ല, പക്ഷേ ഈ ഒരു മന്തി റൈസ് ഇച്ചിരി ആ ഒരു ഡേറ്റ്സ് പിക്കിളും പിന്നെ കുറച്ച് മീറ്റും ഇച്ചിരി ആ മയണൈസ് മുക്കി അതിങ്ങനെ കഴിക്കുമ്പോൾ ഒരുമിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്. കുബൂസിനേക്കാളും പൊറോട്ടയെക്കാളും ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഈ ഒരു കോംബോ ആണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ബേസിൽ ജോസഫ് അന്ന് വെറുതെ പറഞ്ഞതായിരുന്നില്ല എന്ന്. കാരണം കഴിച്ച ഓരോരുത്തരും വീണ്ടും വീണ്ടും കഴിക്കുന്ന ഒരു സ്പോട്ട് അതാണ് സംസം. ഈ ഷവായി എന്ന് വെച്ചാൽ ഒരു ബെഞ്ച് മാർക്കാണ്. അത് ഇന്ന് വരെ ഞാൻ കേരളത്തിൻ്റെ തന്നെ പലയിടത്ത് പല ഭാഗങ്ങളിൽ പോകുമ്പോൾ ഞാൻ കോമൺലി കഴിക്കുന്ന ഷവായിയാണ്. പക്ഷേ ഈ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല എന്നുവേണം പറയാൻ. ഈ ഒരു ക്രൗഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനാവുന്നതേ ഉള്ളൂ ഇവിടുത്തെ ആ ഒരു തിരക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. എന്തായാലും നമ്മുടെ ഫുഡ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ ഈ ടീച്ചേഴ്സ് അതോടൊപ്പം തന്നെ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുള്ള ഇത്രയും ആൾക്കാർക്കൊക്കെ ഇവിടെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. ഇത്ര തിരക്കുണ്ടെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഒരു വെയിറ്റേഴ്സ് വളരെ പ്രസൻ്റ് ആയിട്ട് നിന്ന് കാര്യങ്ങളൊക്കെ ഒരു പക്ക ഹാൻഡിൽ ചെയ്ത് നമ്മളെ അവിടെ കറക്റ്റ് ഇരുത്തി തരും. അത് ഇവരുടേതായിട്ടുള്ള പ്ലസ് പോയിന്റ് ആണ് കേട്ടോ. വെയിറ്റേഴ്സ് എന്ന് മാത്രമല്ല, ഈവൻ അവിടെയുള്ള ക്ലീനിങ് സ്റ്റാഫ്സ് ഉൾപ്പെടെ. പിന്നെ ഇതല്ലാണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് മൊഹിറ്റോസ്, ലെമണൈസ്, അതോടൊപ്പം തന്നെ ഷേക്സ്, ഫലൂഡാസ്, ഫ്രഷ് ജ്യൂസ് കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി മേടിക്കാം. മാത്രമല്ല ബൺ കഫേ ഔട്ട്ലെറ്റിലാണെന്നുണ്ടെങ്കിൽ കുറേയധികം വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി കോണ്ടിനെൻ്റൽ കേക്ക്സ് കാര്യങ്ങൾ അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ടല്ലോ, അതൊക്കെ തന്നെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇനി സ്പോട്ട് പാളയത്താണെങ്കിൽ പാളയത്ത്, നന്തൻകൂടാണെങ്കിൽ നന്തൻകൂട്, ഇനി അതല്ല ട്രിവാൻഡ്രം ടെക്നോ പാർക്കിനടുത്താണെന്നുണ്ടെങ്കിൽ അങ്ങനെ. ഇവിടെ ഒക്കെ തന്നെയും ഒരേ ഓഫറും ഒരേ രുചിയും തന്നെയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. സി യു സൂൺ. ബൈ.